നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ ദൈവത്തിന്റെ സാന്നിധ്യം പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന സ്ഥലമാണ് നമ്മുടെ വീട്ടിൽ രൂപക്കൂട് എന്ന് പറയുന്നത്. എല്ലാ ദിവസവും മുടങ്ങാതെ ആ രൂപക്കൂടെ മുമ്പിൽ വന്ന് മുട്ടുകുത്തി കുടുംബ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങളിൽ ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടാകുന്നു, ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടാകുന്നു. പക്ഷേ ഇപ്പോഴൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ തിരക്ക് വരുന്ന സമയത്ത് നമ്മൾ ഏറ്റവും ആദ്യം മാറ്റിവെക്കുന്നത് നമ്മുടെ കുടുംബ പ്രാർത്ഥനയാണ്. അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ എപ്പോഴും ആരും ശ്രദ്ധിക്കാതെ അലങ്കോലമായിട്ട് കിടക്കുന്നത് നമ്മുടെ രൂപക്കൂടുകളാണ്. എല്ലാ ദിവസവും നമ്മുടെ രൂപക്കൂടുകളിൽ പൂക്കളൊക്കെ വെച്ച് പ്രാർത്ഥിച്ചിരുന്ന ഒരു തലമുറ നമുക്കുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് രൂപക്കൂടിലേക്ക് ഒരു ശ്രദ്ധയും പോകാത്ത രീതിയിലേക്ക് നമ്മുടെ കാലഘട്ടം ഇന്ന് മാറ്റപ്പെട്ടിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, അതെല്ലാം മാറ്റി നിർത്തി നമ്മുടെ രൂപക്കൂട് മുമ്പിൽ വന്ന് പ്രാർത്ഥിക്കാൻ, ആ രൂപക്കൂടിനെ വിശുദ്ധിയിൽ നോക്കാനായിട്ട്, അതിനെ അലങ്കരിച്ച് നല്ല വൃത്തിയിൽ കൊണ്ട് നടക്കാനായിട്ട്. ഇന്ന് പലപ്പോഴും പല വീട്ടിലെ രൂപക്കൂടുകൾ അവരുടെ ഒരു സേഫ്റ്റി ലോക്കർ പോലെയാണ്. റേഷൻ കാർഡും മറ്റു ബില്ലുകളും മറ്റു കാര്യങ്ങളും കീച്ചയിലും കാറിന്റെ കീ മറ്റു കീകളൊക്കെ വെക്കാവുന്ന ഒരു സ്പേസ് ഒക്കെ ആക്കി മാറ്റിയിരിക്കുകയാണ്. അതല്ല പ്രിയപ്പെട്ടവര്, നമ്മുടെ പള്ളിയിലെ അൾത്താര പോലെ വിശുദ്ധമാകണം നമ്മുടെ വീട്ടിൽ രൂപക്കൂട്. വളരെ നല്ല രസമായിട്ട് തുടച്ച് വൃത്തിയാക്കി അലങ്കരിച്ച് നമ്മുടെ രൂപക്കൂട് അത് ദൈവത്തിരിക്കുന്ന സ്ഥലമാണെന്ന് മനസ്സിലാക്കി ദൈവത്തിന്റെ വലിയ സിംഹാസനമാക്കി മാറ്റാൻ നമുക്ക് പറ്റണം.